എല്ലാവർക്കും ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇപ്പം കണ്ടില്ല, ഇത് റസ്ക് പൊടി, ഇതിപ്പോൾ റസ്ക് പൊടിയാണ്. ഇത് പിന്നെ ഇതാണ്, ഇത് കണ്ടില്ലേ, ഇത് പിന്നെ വഴുതിനിങ്ങ തോല് കളഞ്ഞിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഉടച്ചാണ്. ഇത് ഇഞ്ചി പേസ്റ്റ്, ഇത് ഇഞ്ചീൻ്റെ പേസ്റ്റ്, ഇത് ഇഞ്ചി പേസ്റ്റാണ്. ഇത് ഇതിനകത്തിട്ടിട്ട് ഇഞ്ചി പേസ്റ്റിലാക്കട്ടെ. ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം പേസ്റ്റായി, പച്ചമുളക് ഇതെല്ലാം കൂടി. ഇതിനകത്തേന് ഇപ്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാണിക്കണം. ഇതിപ്പോൾ ഇങ്ങ് എടുത്ത് വെക്കേ. ഇതിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് അല്ല, മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി, അതിന് നമ്മൾ പാകത്തിന്, എരിവിൻ്റെ പാകത്തിന് നമുക്ക് വേണം മുളക് പൊടി. ഉണ്ടാ മുളക് പൊടി, പിന്നെ പച്ചമുളക് അരച്ചിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ മൈദപ്പൊടി വേണം. ഇതെല്ലാം കൂടി ഇതിനകത്ത് പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയായി, പിന്നെ കുരുമുളക് പൊടി ഇടാം. മുളക് പൊടി ഉണ്ട് ഇടാം, ഞാൻ നോക്കട്ടെ. ഇത് കുരുമുളക് പൊടിയാണ്, ഇതല്ല ചുക്ക് പൊടി, കുരുമുളക് പൊടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി പൊടിക്കിടാം. കുറച്ച് കുരുമുളക് പൊടി ഇടുക, കുറച്ച് പിന്നെ ഇതിടുക, ഇത് മൈദപ്പൊടി ഇടുക. ഇത് കുരുമുളക് പൊടിയിട്ട് പേസ്റ്റ് നല്ലപോലെ കലക്കുക. ഉണ്ടല്ലേ, ഇത് നല്ലപോലെ കലക്കിയിട്ട് എന്താ കാണിക്കാൻ പറ്റില്ല, സ്റ്റാൻഡിൽ വെക്കാൻ പറ്റില്ല. എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി, ഇനിയിപ്പോൾ ഇങ്ങനെ ആവുന്നില്ല. ഞാൻ കാണിച്ചു തരാം. എന്താ നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ആക്കുക. കുറച്ച് കൂടുതൽ വേണ്ട, നമ്മൾ പേസ്റ്റ് രൂപത്തിൽ തന്നെ. ഉണ്ടല്ലേ, എന്താ ഇത് വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു സ്പൂണ് മൈദപ്പൊടിയും കൂടി കൂട്ടുക. അത്രയേ ഉള്ളൂ, ഒരു സ്പൂണ് മൈദപ്പൊടി. ഇതിലിപ്പോൾ എന്തെല്ലാം ചേർത്തതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി. ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. ഞാൻ വെളുത്തുള്ളി ഇഷ്ടമുള്ളിട്ട് വെളുത്തുള്ളി ചേർക്കാം, വെളുത്തുള്ളി നല്ലത്. പിന്നെ ലേശം കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ആക്കി പേസ്റ്റ് രൂപത്തിലൊക്കെ ഉണ്ട പേസ്റ്റാക്കി. ഇതിപ്പോൾ വേണ്ട, കണ്ടില്ലേ, ഇതിപ്പോൾ സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നിലത്ത് വെച്ചിട്ടാവുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നല്ലോ. ഇപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ആക്കി. ഇതിൽ കുറച്ച് ഉപ്പും കൊടുക്കുക, ഉപ്പ് അതിന് വേണമെന്ന് ഉപ്പ് കൂടുക. ഉപ്പ് വരക്കണ്ടേ, എന്താ ഉപ്പ് മുങ്ങി വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇടുക. ഉപ്പ് ഇട്ടു. ഈ ഉപ്പ് ഇട്ടിട്ട് എന്താ വേണ്ടത് വെച്ചാൽ അതിന് പാകത്തിൽ ഉപ്പ് ഇടുക. എന്താ പേസ്റ്റ് നല്ല ഇതിൽ ഇഞ്ചി പേസ്റ്റ് ഉണ്ടാ. ഇതിനിപ്പം എന്താ വേണ്ടത് വെച്ചാൽ ഇത് പീരാത്ത് ഇത് നമുക്കിപ്പം ഇതിന് ഇനിയിപ്പോൾ ഇതിങ്ങനെ തേച്ച് വെക്കാം. നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ പെരക്കി തേച്ച് വെക്കാം. ഇതിൻ്റെ മേലേക്കൂടി ഇങ്ങനെ തേച്ച് കൊടുക്കാം നമുക്ക്. വേണ്ട, ഇതിങ്ങനെ തേച്ച് കൊടുക്കാം, നല്ലപോലെ തേച്ച് കൊടുക്കാം. എനിക്കിത് കാണിക്കാൻ പറ്റുന്നില്ല, സ്റ്റാൻഡില്ലാതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ല, അത്രയും ആവുന്നില്ല. വേണ്ട, ഇതിങ്ങനെ ഈ ബാലോടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ എടുത്ത് വെക്കാനും പൊരിക്കാനും സുഖത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബാലോടെ വെച്ചിട്ട് ഇതിങ്ങനെ അകത്തിയിട്ട് എല്ലാറ്റിലും തേച്ച് കൊടുക്കുക, തേച്ച് പിടിപ്പിക്കുക. വേണ്ട, നല്ല കളറുള്ള മുളക് പൊടി വേണം. കളർ കുറഞ്ഞ കളർ പൊടി സാരമില്ല, കളർ കുറഞ്ഞെങ്കിലും നമുക്ക് നല്ല മുളക് പൊടി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതാ നമുക്ക് എരിവ് ഇടുന്ന അത്രയാണ് നമ്മളിതിപ്പം ആക്കുക. ഉണ്ടല്ലേ, നല്ലോണം നല്ലപോലെ മുളക് പൊടി തേച്ച് കൊടുക്കുക. വേണ്ട, കുറച്ചും കൂടി മുളക് ഇടാം.
ഇതിൻ്റെ ഉള്ളിലെല്ലാം തേക്കണം, മൊത്തം തേക്കണം കേട്ടോ. ഇതിങ്ങനെ തേച്ചു അതിന് ഉള്ളിൽ ഇത് ഉപ്പും ഇത് പിടിക്കണം. ഇനി ഇങ്ങനെ പിടിക്കാൻ മാത്രം ഇങ്ങനെ വെക്കുക. ഉണ്ടല്ലേ, ഇതേപോലെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഇതേപോലെ നല്ല വൃത്തിയിൽ നല്ല കൃത്യമായിട്ട് പിടിച്ച് ഇതാക്കി കഴിഞ്ഞ് ഇത് കുറച്ച് സമയം വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ അടുപ്പത്ത് വെക്കാം. കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇന്ന് അത്രയും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേഗത്തിൽ നോക്കുന്നത്. വെളിച്ചെണ്ണ വെക്കാം, കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് ഇനിയിപ്പോൾ ഇതിലെന്നാ വേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ മുളകും ഇതും ഇതാ എല്ലാം പാകത്തിന് ചേർത്ത് വെച്ചു. കുറച്ച് സമയം ഉപ്പ് പിടിക്കാൻ വെച്ചു. കണ്ടില്ലേ, കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ. എണ്ണ ചൂടാകുന്നവരെ നമുക്ക് അവിടെ നിൽക്കട്ടെ. എണ്ണ നല്ലോണം കായണം. ഉണ്ടോ, എണ്ണ നല്ലോണം കായണം. അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടില്ല. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ എന്തൊക്കെയായി ചേർത്തതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, ഇഞ്ചി പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ ചുവന്നുള്ളിയാണ് കൂട്ടീന്, പക്ഷേ വെളുത്തുള്ളിയാണ് പേസ്റ്റ് ആക്കേണ്ടത്. എന്നാൽ അതിൻ്റെ രുചിയുണ്ട്. പക്ഷേ കരിവേപ്പിലും കൂടി ഇടാൻ വേണ്ടിയില്ല. അതെല്ലാം കൂടി പേസ്റ്റാക്കി കൊണ്ടുവന്ന് അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു സ്പൂണ് പിന്നെ കുരുമുളക് പൊടി, ഒരു സ്പൂണ് പിന്നെ മൈദപ്പൊടി കൂടി ഇട്ട് കലക്കി പേസ്റ്റാക്കിയിട്ട് ലേശം ലൂസാക്കിയിട്ട് ഇതിന് തേച്ച് വെക്കുക. ഇത് തേച്ചിട്ട് ഇതിന് ഉപ്പ് പിടിപ്പിക്കാൻ വെക്കുക. അതിന് ശേഷം നമ്മളെന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതിങ്ങനെ ആയില്ലേ, ഇനിയിപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പം ഈ പൊടി ഇതൊക്കെ മാറ്റട്ടെ. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ഈ റസ്ക് പൊടി ഉണ്ട് ഇവിടെ പൊടിച്ച് വെച്ചത്. ഇത് കണ്ടില്ലേ, ഇത് ഇതിന് തേച്ച് കൊടുക്കുക. കണ്ടാ ഇതിങ്ങനെ മുക്കി തേച്ച് കൊടുക്കുക. കണ്ടാ റസ്ക് പൊടി ഞാൻ ഉണ്ടല്ലേ, ഇതിങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം നമ്മളിട്ട് തേച്ച് കൊടുക്കുക. ഇതാണ് വേണ്ടത്. കണ്ടില്ലേ, ഇപ്പം എന്നിട്ട് എണ്ണ അപ്പുറത്ത് ചൂടാവുന്നുണ്ട്, നല്ലപോലെ ചൂടാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം തേച്ച് വെക്കാം. തേച്ച് വെച്ചിട്ട് നമുക്ക് ഇതാക്കി വെക്കാം. കണ്ടില്ലേ, കണ്ടാ നല്ലപോലെ തേച്ച് ആയി. ഇതിനുള്ളിലെല്ലാം ആയിട്ടുണ്ട്. കണ്ടാ ഇനിയിപ്പം ഇത് കൂടി ഇട്ടേ. റസ്ക് പൊടിച്ചിട്ടാണ്, നമ്മൾ വീടിൽ നിന്ന് മേടിക്കുന്ന റസ്ക് കൊണ്ടുവന്ന് പൊടിച്ചിട്ടാണ് ഇതിലിടുന്നത്. ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. ഇതിനെല്ലാം ശരിക്കും ആ എരിവിൻ്റെ ഇതോടുകൂടി ഒന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ റസ്ക് കൂടി ഇടുന്നത്. അല്ലെങ്കിൽ അതെല്ലാം എണ്ണയിലിടുമ്പോൾ അങ്ങ് പോവും. വേണ്ട ഇതിപ്പം കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. ഇതേപോലെ നമ്മളിപ്പോൾ ഇത് രണ്ടും ഇനിയിപ്പം എന്താ എടുക്കട്ടെ, ഇതേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് വെക്കുവേ. കണ്ടേ, നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ ആവശ്യമുള്ളൂ. എണ്ണ ചൂടാകുന്നുണ്ട്. ആ എണ്ണ ചൂടായിട്ടാണോ പിന്നെ നമുക്ക് അതുപോലെ
എണ്ണ നല്ലപോലെ ചൂടാകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് പരത്തി ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങാൻ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇങ്ങനെ പരത്തിയിട്ടിടണം. ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇതേപോലെ പരന്നിട്ട് ഇടണം. ഇതല്ലേ, ഇത് മുങ്ങാൻ മാത്രം ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആക്കിയിരുന്നത്. ഉണ്ടാക്കുക ഇല്ലല്ലേ, ഇല്ലല്ലേ ഉണ്ടായത്. ഇനി അത് മറിച്ചിട്ട് നോക്കി നമ്മളത് പൊരിച്ചിട്ടാകുമ്പോൾ എടുക്കുക. ഇത് എടുത്ത് മറിച്ച് ഇടണം. ഇത് ഓരോന്നും കരിയാതെ കണ്ട് ഇതാ ശരിക്കും പിടിക്കണം. കുറച്ച് സമയം കൂടി വേണമായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതേപോലെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ എന്താ, ഇത് ഭയങ്കര ചൂടാണ് എണ്ണക്ക്. അതുകൊണ്ട് സാവധാനം ഈ വഴുതനങ്ങ അതിൻ്റെ ഉള്ളിൽ പച്ചയായതുകൊണ്ട് പിന്നെ വേവാൻ ഭയങ്കര താമസം ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ലോണം ചൂട് വേണം. നല്ല ചൂടുണ്ടെങ്കിലേ അത് ഉള്ളു വെന്ത് കിട്ടുള്ളൂ, പൊരിഞ്ഞ് വരുള്ളൂ. അതാണ് ഇത് ഇങ്ങനെ എന്താ ഇതുപോലെ മറിച്ചിടുക. ആയില്ല, കുറച്ചും കൂടി ചോന്ന് വരണം. ഉള്ളു വേവണ്ടേ, ആ വഴുതനങ്ങ വേവണമല്ലോ. വഴുതനങ്ങ നേർങ്ങനെ ചെത്തിയതാണ്, അതിപ്പം ആയില്ല. ഇങ്ങനെ കുറച്ച് ഫ്രൈ ആക്കിയാൽ നല്ല രുചിയുള്ളൊരു സാധനമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ പറയണം. നല്ല രുചിയും നല്ല ടേസ്റ്റുമാണ്. നല്ല ഉപ്പും എരിവും മുളകും എല്ലാം നല്ലപോലെ എല്ലാം നല്ല പാകത്തിനാക്കിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് നല്ലപോലെ ഇത് മുഴുവനും ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കുക. ഉണ്ടല്ലേ, നല്ല ചുവന്ന് വരണം. ഇതുവരെ ഇങ്ങനെ വേവിക്കണം. ഞാൻ അത്രയും ആക്കുന്നില്ല, രണ്ടെണ്ണേ ആക്കുന്നത്. ഞങ്ങൾ രണ്ടാളുടെ ഇടയിലും ഓരോന്ന് ഇതൊന്നാൻ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ ആക്കുന്നത്. പിന്നെ ഞാൻ ലേശം ഉപ്പും എരിവെല്ലാം കുറച്ചിട്ടാണ്. എന്താ വെച്ചാൽ അമ്മക്കും എരിവ് വേണ്ട, എനക്കും എരിവ് വേണ്ട. എനിക്കും അത്രയും എരിവുണ്ട്. ആ ഒരു പാകത്തിൻ്റെ എരിവ്, നല്ലോണം എരിവും മുളകുമെല്ലാക്കി നല്ല ചുവ വന്നാൽ നല്ല കാണാൻ നല്ല രസമുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും, തിന്നാനും ടേസ്റ്റ് ഉണ്ടാവും. നമുക്കത്ര എരിവ് വേണ്ടാതുകൊണ്ട് ലേശം കുറച്ചിട്ടാണ്. എന്നാലും ടേസ്റ്റ് രുചി കുറവൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ആവാൻ പോകുന്നു, ആയി വരാൻ പോകുന്നു. ഇപ്പോൾ വഴുതനങ്ങേൻ്റെ ബാലങ്ങനെ വെച്ചാലെന്ന് വെച്ചാൽ നമുക്ക് വേഗം മറിച്ചിടാൻ സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ പാത്രത്തിൽ എടുക്കണ്ടേ, ഇത് എടുത്തെടുത്ത് പൊതിച്ചിട്ടില്ല. ഇതിങ്ങനെ പൊതിച്ചിട്ട് വെക്കാം. തിരിച്ചും മറിച്ചും വെച്ചുകൊണ്ട് നിൽക്കണം. അതുകൊണ്ട് കരിയാണ്ട് നമുക്ക് എടുക്കാൻ കഴിയും. എന്താ വേണ്ടല്ലേ, ഉണ്ടല്ലേ, എന്താ ഇല്ലല്ലേ, അതല്ലേ. ഇനി നമുക്കിത് മുറിച്ചിട്ടിട്ട് ഇടുന്നാലും അങ്ങനെ മുക്കിയിട്ട് ഇടുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടെന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് വേഗം എടുക്കാൻ കഴിയും. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് എല്ലാം പെരക്കിയിട്ട് അതിലിട്ടിട്ട് മുക്കി പൊരിച്ചിട്ട് എടുക്കുകയും ചെയ്യാം. അതിനും കുഴപ്പമില്ല. ഇതാകുമ്പോൾ എന്നിട്ട് വേഗം എടുത്ത് കിട്ടി, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. എന്താ ആയി, ഇതായിട്ടിട്ട് കാണുന്നു, കണ്ടില്ലേ. ഇത് ഇവിടെ വെച്ച് വെക്കുക. നല്ലോണം ആയിട്ടുണ്ട്, നല്ല മുരിഞ്ഞിട്ടുണ്ട്. കണ്ട, ഇത് കണ്ട, നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ ഞാനൊരു പ്ലേറ്റിലാക്കി കാണിച്ചു തരാം. വെച്ച സാധനം അല്ല, സ്റ്റാൻഡ് പൊട്ടിപ്പോയതുകൊണ്ട് എനിക്ക് എടുത്ത് നടക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡിൻ്റെ ശരിയാക്കണം. ഇത് കണ്ടില്ലേ, ഇത് കണ്ട, ഇതുപോലെ നിങ്ങളാക്കി നോക്കണം. നല്ല മുരിഞ്ഞ സാധനം വേണ്ട. നല്ല ടേസ്റ്റിയാണ്, നല്ല രസമുണ്ട്, നല്ല തിന്നാൻ പറ്റുന്ന സാധനം തന്നെ. നല്ല നല്ല ഉണ്ടല്ലേ, നല്ല രുചിയുണ്ട്. നല്ല എല്ലാം ഇതിൻ്റെ എല്ലാം
ഉപ്പ് വരും നല്ല പോലെ അതിന് പാകമുണ്ട്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി നിങ്ങൾക്ക് ഇഞ്ചിയും വയസ്സിൻ്റെ എല്ലാം ഉപ്പ് എരി നല്ലോണം ഇട്ടാൽ നല്ല കൂടുതൽ രുചി ഉണ്ടാവും. നമുക്കിപ്പോൾ അത്ര രുചി വേണ്ട, അത്രയും മുളക് വേണ്ടു. അതുകൊണ്ട് ഇടില്ലേ, ഇതാ ഇതാ വേണ്ട, നല്ല അടിപൊളി ഉണ്ടല്ലേ. ഇതാണ് നമ്മളെ ഈ ബൈനിങ്ങ ഫ്രൈ. നിങ്ങൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം, നിങ്ങൾ കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ വിവരം പറയണം. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും കാണുക. ഞാനിത് ഇത്രയും എനിക്കാവുന്നില്ല, എനിക്ക് വേറൊന്നും ആവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നോക്കുക. ഇതുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ വിവരം പറയണം. എന്നാൽ പിന്നെ ഇപ്പം തൽക്കാലം നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.